ഹലോ ഗായ്സ്, അപ്പോൾ ഇപ്പോൾ നല്ല മഴ സമയമല്ലേ, അപ്പോൾ എല്ലാവരും നല്ല തണുപ്പും പിടിച്ചിരിക്കുമായിരിക്കുമല്ലോ. അപ്പോൾ ചൂട് ചായയെ ഒരു കടിയൊക്കെ കണ്ട രസമായിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് സത്യത്തിൽ 4 മണിക്ക് പിള്ളേർക്ക് ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്ന സമയത്ത് ഞാൻ ഒന്ന് യൂട്യൂബിൽ നോക്കിയപ്പോൾ കണ്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും ആവശ്യത്തിനനുസരിച്ച് അത് എടുക്കാം കേട്ടോ. പിന്നെ ഒരു സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു പച്ചമുളക്, ഇച്ചിരി കറിവേപ്പില. അപ്പോൾ ഇതിൽ വെളുത്തുള്ളി ഇഞ്ചി മസ്റ്റാണ് കേട്ടോ, അതാണ് എല്ലാ ടേസ്റ്റും തരുന്നത്. പക്ഷേ ഇവിടെ ഒരുത്തിന് എന്നെക്കൊണ്ട് അത് ഇടിക്കാനേ സമ്മതിക്കുന്നില്ല, അവന് ഇഷ്ടമല്ല, അവനത് പിറക്കി കളയാനും കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ ഇട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ ചായ ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇത് കട്ടൻ ചായയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കട്ടൻ ചായയാണ് ഇഷ്ടം, അപ്പോൾ ഞാനും കുട്ടീസും മാത്രമേ ഉള്ളൂ. അപ്പോൾ കട്ടൻ ചായ ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഞാനിത് ഗോതമ്പ് പൊടിയാണ് ഇടുന്നത്, കാരണം ഇതിലോട്ട് വേണ്ടത് കടലപ്പൊടി അല്ല മൈദ ഇടാം. പക്ഷേ എനിക്കിവിടെ ഇപ്പോൾ അത് രണ്ടും ഇല്ല, അതുകൊണ്ട് ഞാൻ ഗോതമ്പ് പൊടി വെച്ച് ഉള്ളതുപോലെ ഒരു ചെറിയ കടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഞാൻ 3 മുട്ട ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമേ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്ററിലോട്ട് ഈ മുട്ട നമുക്ക് എങ്ങനെ വേണമെങ്കിലും കീറാം കേട്ടോ. അപ്പോൾ എനിക്കിത് ഇങ്ങനെ കീറിക്കഴിഞ്ഞാൽ പുറത്ത് നടുവേന്ന് കീറിയാൽ മതിയായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ അതിൻ്റെ നടുക്കോട്ട് വെക്കുക, എന്നിട്ട് ഈ ബാറ്റർ എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്ത് നല്ലപോലെ അങ്ങ് ഉരുട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിൽ മുറിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ്. ഇതിപ്പോൾ അത്യാവശ്യം വലുതായതുകൊണ്ട് ഇച്ചിരി മെനക്കേടായിരുന്നു, എന്നാലും നല്ല സെറ്റായിട്ട് കിട്ടി കേട്ടോ. അതങ്ങോട്ട് എണ്ണയിലിടുക, പിന്നെ നല്ല രീതിയിൽ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ അത്യാവശ്യം എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ വരുമ്പോൾ നമുക്ക് എടുക്കാം, ഒത്തിരി ഇട്ട് കരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഇതിന് ഞാൻ ഇട്ടിരിക്കുന്ന പേരെന്ന് വെച്ചാൽ ഉള്ളി എഗ് ബജി എന്നാണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഉള്ളിവടയും എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സാധനമായതുകൊണ്ട് ഞാനിട്ട പേര് ഇങ്ങനെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിനെ വിളിക്കാം. അപ്പോൾ ഗൈസ്, കുട്ടീസിന് ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്കും പേഴ്സണലി നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഞാൻ മനസ്സിൽ വിചാരിച്ചതിനേക്കാളും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പറാണ്. അപ്പോൾ ആരും മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാറ്റാ.